കുറിപ്പേട്ടോ നിന്ന് നിന്ന് കാലി കളിക്കുന്നു. എനിക്കുള്ള എഴുത്തിങ് തന്നെ. ആ നിൽക്കുന്നവരല്ല അവരവരുടെ കാര്യത്തിൽ തന്നെയാ നിൽക്കുന്നത്. ഇതൊക്കെ ഒന്ന് അടുക്കി പറയാനേ തരാനൊക്കത്തുള്ളൂ. തനിക്കിന്ന് കത്തുണ്ടെന്ന് എന്താ ഇത്ര നിശ്ചയം? കാണുമെന്ന് എനിക്കറിയാം. അപ്പൊ താൻ തന്നെ ഇന്നലെ എഴുതിയിട്ട് കാണും. KPC പിള്ള, ബാലകൃഷ്ണൻ, മിസസ് ജോൺ. അയ്യപ്പൻ എഴുത്തുണ്ട്. വേറെ ആർക്കും എഴുത്തില്ല. പോവാം. മോളെ ശാരദേ, ആ പുത്തൻ വീട്ടിലെ പരമുകളെ കണ്ടില്ല? മണി 9 സേവിങ്സ് ബാങ്കിൽ നിന്ന് ഒരു 7000 രൂപ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ തന്നിട്ടുണ്ട്. പണം എടുത്തു വെച്ചിട്ടുണ്ട്. അയാൾ വരികയാണെങ്കിൽ നാളെ രാവിലെ 9 മണിക്ക് മുമ്പേ വന്ന് ഒപ്പിട്ട് പണം വാങ്ങിക്കൊണ്ട് പോകാൻ പറയണം കേട്ടോ. അപ്പൊ ഞാൻ പറട്ടെ. പോസ്റ്റ് ഓഫീസിൽ ഒരാൾ വന്നാ എന്ത് വേണമെന്ന് ചോദിച്ചൂടെ? ഞാൻ ഈ കരയിൽ അഡ്രസ് ഉള്ളവൻ തന്നെയാ. വല്ല എഴുത്തോ മണികളോ ഉണ്ടെങ്കിൽ തന്നേരെ. ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ട് തരും. ആ അത് ന്യായം. ഞാൻ 2 കവറിങ്ങതാ. ചില്ലറയില്ല. ബാക്കി സൗകര്യം പോലെ തന്നാ മതി. ശാരദ എനിക്ക് വിശ്വാസമാ. അത് വേണ്ട, ആ കവറിങ് തന്നേക്ക്. അതെന്താ? എന്നെ വിശ്വാസമല്ലേ? നിങ്ങൾ ആവശ്യമില്ലാത്ത ദിവസം വന്ന് എന്നെ ശല്യം ചെയ്യരുത്, പറഞ്ഞേക്കാം. എന്റെ ആവശ്യവും ആഗ്രഹവും എന്താണെന്ന് ശാരദയ്ക്ക് നല്ലപോലെ അറിയാമല്ലോ. അത് സാധിക്കുന്നത് വരെ ഈ ദാമു വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കുറുപ്പ് സാറ് പോയോ? പോയി. അയ്യോ, ഞാൻ ഇത്തിരി താമസിച്ചു പോയി. രൂപ ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. നാളെ രാവിലെ 9 മണിക്ക് മുൻപ് വന്നാൽ ഒപ്പിട്ട് വാങ്ങാം. രാമോഹരൻ എന്താ ഇവിടെ? 2 കവർ വാങ്ങാൻ വന്നതാ. ചില്ലറ ഇല്ലാത്തോണ്ട് തരില്ലെന്നാ പറയുന്നു. ചില്ലറ ഞാൻ തരാം. കുടുംബം നശിപ്പിക്കാൻ പറഞ്ഞ സന്തതിയാ. ഇവന്റെ കൊള്ളരുതായ്മ കാരണം ആ തന്ത പടിക്ക് പുറത്തിറങ്ങാറില്ല. ഇവിടെ എങ്ങും അടുപ്പിക്കരുത് കേട്ടോ കുഞ്ഞെ. എല്ലാവരും പോയി കഴിയുമ്പോ എന്തെങ്കിലും പേരും പറഞ്ഞ് ദിവസം ഇവിടെ വരും. ശല്യം സഹിക്കാതെ വന്ന കുറുപ്പ് സാറിനോട് പറയണം. അല്ലെങ്കിൽ ഒരു ഹർജി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. ഞാൻ നാളെ രാവിലെ വരാം. ശരി. വേരപ്പന്റെ എഴുത്തുണ്ട്. അത് വേണേ 50 പൈസ തരണം. കുറുപ്പ് സാറേ, ഈ നാട്ടിൽ തൊട്ടനും പിടിച്ചനും ഒക്കെ കൈക്കൂലിയാ. സാറോ തുടങ്ങിയോ? അയ്യോ, ഇത് കൈക്കൂലിയല്ലേ, കൂലിക്കത്താണ് അയച്ചിരിക്കുന്നത്. കൂലിക്കത്താണ് എനിക്ക് വേണ്ട. എന്നാ മരണക്കത്തായിട്ട് മടക്കി അയച്ചേക്കട്ടെ. അയ്യോ, വല്ല മരണം അറിയിച്ചുള്ള കത്താണെങ്കിൽ ഇങ്ങനെ അന്നേക്ക്. എന്നാ കാശ്. നീ എന്താ എത്ര നേരത്തെ പോന്നത്? സമരം? എന്താ കാര്യം? വണ്ടം വീട്ടിൽ ഒരു കുട്ടിയുടെ പുറത്ത് ബസ് മുട്ടി. അതിന് ഇവിടെ സമരം. സന്തോഷം. കുട്ടികൾക്ക് സമരം, അധ്യാപകർക്ക് സൗകര്യം. ആ, അച്ഛൻ വരാറായില്ലേ? മെയിൽ ബാഗ് എടുത്തിട്ടേ വരൂ. എന്നാ പൂട്ടിയിട്ട് വാ, നമുക്ക് പോവാം. എനിക്ക് പെൻഷൻ ആവാൻ ഇനി 1 കൊല്ലം കൂടിയേ ഉള്ളൂ. ശാരദമോള് ഡിപ്പാർട്ട്മെന്റിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ അവക്കൊരു ജോലി കിട്ടിയെന്ന് വരും. അങ്ങനെ ഞാനും രക്ഷപ്പെടും. പെങ്കൊച്ചുങ്ങളെ കെട്ടിച്ചയക്കാൻ വല്ലതും കരുതിയിട്ടുണ്ടോ? ഒന്നും കരുതിയിട്ടില്ല. 2 പേരെ പഠിപ്പിച്ചു. എന്റെയും നന്ദിനി ശമ്പളവും ഇച്ചിരി പശുക്കളെ വെള്ളമുണ്ട്, കഴിഞ്ഞു കൂടുന്നു. എല്ലാം ദൈവം നിശ്ചയം പോലെ നടക്കും കുറുപ്പ് സാറേ. ഈ മെയിൽ ബാഗ് അടുത്ത ബസ്സിൽ കൊടുത്തയക്കണം. ഞാൻ വരട്ടെ. ഓ,
എന്താ പാല് കുറഞ്ഞു പോയത്? ആ എന്താണെന്ന് അറിയില്ല മോളെ, അവളിന്ന് ആകെപ്പാടെ ഒരു ഇടങ്ങേറില്ല. അതെ, അമ്മ പിണ്ണാക്ക് കൊടുത്തത് അവൾക്ക് മതിയാകാഞ്ഞിട്ടാ. അല്ലടി മോളെ. പാൽ ഇതുവരെ കൊണ്ട് കൊടുത്തില്ലേ ലക്ഷ്മി? ഇപ്പഴാ കറന്നത്. അയ്യോ, ഇത് കിട്ടിയിട്ട് വേണം കുട്ടമ്പിള്ളക്ക് 10 ചായ അടിക്കാന്. അച്ഛാ, ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വേണ്ട, ഞാൻ കൊടുക്കാം. വരുമ്പഴേ പശുവിന് പിണ്ണാക്ക് മാറ്റോണ്ട് വരാൻ മറക്കരുത് കേട്ടോ. ഓ, ഇതല്ലി, ഇതാ പോയി ചായ ഇട്. എനിക്ക് വയ്യ, കുറെ കോമ്പറ്റീഷൻ ബുക്ക് നോക്കാനുണ്ട്. അത് പിന്നെ മതി. നിനക്ക് ചായ ഇട്ടാ എന്താ? എനിക്ക് മനസ്സില്ല. നിങ്ങൾ രണ്ടുപേരും വഴക്കിടണ്ട, ചായ ഞാനിടാം. അമ്മേ, ചായ ഞാനിട്ടോളാം. വേണ്ട മോളെ, ഞാൻ ചായ ഇടാം. ഒരു ജോലിയും ചെയ്യിക്കാതെ അമ്മയാ ഇവളെയിട്ട് കൊഞ്ചിക്കുന്നത്. ഓ, ഒരു പുന്നാര മോള്. അതേടി, അവളെ എന്റെ പുന്നാര മോള് തന്നെയാ. അതിനിപ്പോ നിനക്കെന്താ വേണം? മോളെ, പൊന്നും പണവും കൊടുക്കാനുണ്ടെങ്കിൽ രണ്ടുപേരുടെയും വിവാഹം നാളെ നടത്താം. നിന്റെ കയ്യിലുണ്ടോ? എന്റെ ഇടുന്ന എന്നാ പിന്നെ കിടന്ന് പിടച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അവരെ കെട്ടിച്ചയക്കണ്ടേ? വേണം. നമ്മുടെ ശേഷിക്കത്തെ ചെറുക്കന്മാരെ അന്വേഷിക്കാനായിട്ട് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രായമായ പെമ്പിള്ളാരാ, വല്ല കുരുത്തക്കേടും കാണിച്ചാ ഞാൻ ഒരു വീക്ക് വെച്ച് തരും. അവൻ എന്റെ മക്കളാ. ഞാൻ അന്തസ്സായിട്ടാ പഠിപ്പിച്ചതും വളർത്തുന്നതും. അവർ ഒരു കുരുത്തക്കേടും കാണിക്കത്തില്ല. നീ പോയി കിടന്ന് പറഞ്ഞ പരമോള ഇന്നലെ വന്നിരുന്നല്ലേ? രൂപ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. ചതിച്ചോ ദൈവമേ, പെട്ടിയാലാണ് തല്ലിപ്പൊളിച്ചിരിക്കുന്നത്. പരമോളിക്ക് കൊടുക്കാനുള്ള 7,000 രൂപ ഇതിനകത്തുണ്ടായിരുന്നു. അയ്യോ, ഇത് കള്ളൻ കയറിയതാ. ഇവൻ എവിടെ കൂടെ കയറി കള്ളന്? ഓട് വിളിച്ചാ കയറിയിരിക്കുന്നത്. എന്റെ നാരായണ, പരമുള്ള തനിക്ക് തരാനുള്ള രൂപയായിരുന്നു. കുറുപ്പേ, എന്റെ രൂപ ഇപ്പൊ കിട്ടണം. ഇങ്ങനെ കന്നിച്ചോറില്ലാണ്ട് പറഞ്ഞാലോ. കള്ളം കൊണ്ടുപോയി പണം അങ്ങനെ എങ്ങനെ തരാനാ? എല്ലാറ്റിനും സമാധാനം വേണ്ടേ? എടാ ദാമോദര, എന്റെ പെങ്കൊച്ചിനെ കെട്ടിച്ചയക്കാനുള്ള സ്ത്രീധന തുകയാ. അത് നാളെ കൊടുക്കേണ്ടതാ. കുറുപ്പേട്ടാ, ഒരു കാര്യം ചെയ്യും, വേഗം പോയി പോലീസിലാണ്. അത് നേരാ. ഈ പ്രദേശത്ത് ഇതുവരെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്രയും നാളത്തെ എന്റെ സർവീസിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. ഭാർഗവമ്പിള്ള അദ്ദേഹം പുറത്തു പോയിരിക്കാം. ഇപ്പോൾ ഈ പ്രളയൊക്കെ പറയും, നമുക്ക് ആ സ്ഥലം ഒന്ന് പരിശോധിക്കാം. ശാരദ വിഷമിക്കണ്ട, ആ പോലീസുകാരൊന്നും വന്നോട്ടെ. അവര് കള്ളനെ കയ്യോടെ പിടികൂടും, പിള്ളച്ചേട്ടന്റെ കാശും കിട്ടും. ഒന്ന് പേടിക്കാതിരി. കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. എനിക്ക് വേണ്ട, ഞാൻ പോയേച്ചു വരാം. ഭാർഗവമ്പിള്ളേ, കള്ളൻ ഓട് പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത്. അതെ, ഈ പെട്ടിലാണ് രൂപ വെച്ചിരുന്നത്. ആന്നേ, എത്ര രൂപ ഉണ്ടായിരുന്നു? 7,000 രൂപ ഉണ്ടായിരുന്നു. എപ്പോഴാ വെച്ച് പൂട്ടിയത്? ഇന്നലെ രാവിലെയാണേ. ഇവിടെ എത്ര ജീവനക്കാരുണ്ട്? ഞാൻ മാത്രമേ ഉള്ളേ. പിന്നെ ഈ പെണ്ണേതാ? ഇതെന്റെ മോളാ. ഒരു സഹായത്തിന് ഇവിടെ വരുന്നതാ. സഹായത്തെന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം സ്റ്റാഫാണോ? അല്ല, അച്ഛനെ സഹായിക്കാൻ വരുന്നതാ. നിന്റെ പേരെന്താ? ശാരദ. പെട്ടിയിൽ പണം വെച്ച് പൂട്ടുമ്പോൾ നീ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇന്നലെ ഓഫീസ് അടയ്ക്കുമ്പോൾ ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? എന്റെ സഹോദരിയും ഉണ്ടായിരുന്നു. ഓഹോ, ഭാർഗവമ്പിള്ളേ, ഫിംഗർ പ്രിന്റ് എടുപ്പിക്കണം. ശരി സാർ. നിങ്ങൾ അച്ഛനും മകളും ഓഫീസ് പൂട്ടി ഞങ്ങളോടൊപ്പം സ്റ്റേഷനിലേക്ക് വരണം.
ഗുരുവായൂരപ്പ, ഞാൻ എന്തായി കേൾക്കുന്നത്? മോളെ, അച്ഛനെ പോലീസുകാർ വല്ലതും ചെയ്യുമോടി? ഒന്നും ചെയ്യില്ലമ്മേ, വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചോണ്ട് പോയതായിരിക്കും. മോളെ കടവെല്ലാം നടത്തിട്ട് വന്നേ, നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. മാമേ, പക്ഷെ കുറവ് സാധാരണ ഇത്രയും വലിയൊരു തുക നിങ്ങളുടെ ഓഫീസിൽ സൂക്ഷിക്കാറുണ്ടോ? ഇല്ല സർ, ഇത് ഹെഡ് ഓഫീസിൽ നിന്ന് എടുത്തുകൊള്ളുന്ന രൂപയാണ്. കൈപ്പറ്റലിന്റെ ആളുമൊന്നുമില്ല, അതുകൊണ്ട് ഓഫീസിൽ സൂക്ഷിച്ചു. രൂപ ഓഫീസിൽ തന്നെ സൂക്ഷിച്ചു എന്നുള്ളത് സത്യമാണോ? സത്യമാണോ സർ? ഞാൻ കണ്ടതാ സാറേ, അച്ഛൻ പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ടാ പോയത്. നീ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലും നിന്റെ അച്ഛന് ദോഷമാണ്. അതെങ്ങനെ? രേഖാമൂലമായി നിനക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയുണ്ടോ? ഇല്ല. എന്നാൽ നിയമപരമായി ആദ്യം സംശയിക്കേണ്ടത് നിന്നെയാണ്. രൂപ ഞങ്ങളെടുത്തുന്നാണോ സാറ് പറയുന്നത്? എന്താ അങ്ങനെ ആയിക്കൂടുന്നുണ്ടോ? ഞങ്ങൾ കട്ടുമോഷിച്ചൊന്നും കഴിയുന്നവരല്ല, നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് തന്നെ ജീവിക്കുന്നത്. നിങ്ങൾക്ക് കള്ളനെ പിടിക്കാൻ കഴിവില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഇത് പോസ്റ്റ് ഓഫീസ് അല്ല, പോലീസ് സ്റ്റേഷനാ. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കേട്ടോ? പെണ്ണെന്നോ? അധികാരമുണ്ടെന്ന് കരുതി ആക്ഷേപിക്കരുത്. ഇപ്പോൾ ഒരു 2 ദിവസം കസ്റ്റഡിയിലിരിക്കട്ടെ, സത്യം ഞാൻ പറയിപ്പിച്ചോളാം. സാറേ, അവൾ അറിവില്ലാതെ നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അയ്യോ, എന്റെ മോനെ, എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കാരും സംശയമില്ല. എന്നാൽ എനിക്കൊരാളെ സംശയമുണ്ട്. ആരെ? എന്നും പോസ്റ്റ് ഓഫീസിൽ വരുന്ന ദാമുവിനെ. ഏത് ദാമു? ആ പെൻഷൻ പറ്റി വില്ലേജ് ഓഫീസറുടെ മോൻ ദാമുവിനെ. ദാമു തന്നെയാണ് രൂപ എടുത്തുള്ളതിന് നിനക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. ഒടുവിലേ വാദി വെറുതെ അയാൾ തന്നെ എടുത്തിട്ടുള്ളത്. ആ ശരി, നിങ്ങൾ വെക്കൂ. ഞാൻ വിളിക്കുമ്പോ വരണം. ദൈവത്തെ പോയി പേടിയിലെത്തണം മോളെ ദാമു. നീ അവന്റെ പേര് പറഞ്ഞത്? സംശയമുള്ളത് കൊണ്ട് തന്നെ. നീ പറഞ്ഞതിന് തെളിവില്ലാതെ വന്നാലേ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം? നേരാ. ഏതായാലും നിങ്ങൾ വീട്ടിലോട്ട് പോയി, ഞാനേ ദൈവത്തേക്ക് കൊടുത്തേക്ക് വന്നിക്കാം. പ്രമാദാരെ സാർ, ആരായി ദാമു? അയ്യോ, അവന് പിടിച്ച ഒരു ചട്ടമ്പി അല്ലേ സാർ? ചട്ടമ്പി. അവന്റെ വീട് അവനിപ്പം അവന്റെ വീട്ടിലല്ല താമസം. പിന്നെ അവനാ കൈവശം കാർത്തിയാനോട് കൂടാ. കൈവശം കാർത്തിയായി. എന്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? കുറുപ്പേ, നാളെ 10 മണിക്ക് മുമ്പ് രൂപ കൊടുത്തില്ലെങ്കിൽ എന്റെ മോടെ കല്യാണം മുടങ്ങിപ്പോവും. വേറെ ആരും എന്നെ സഹായിക്കാനില്ലെന്ന് കുറുപ്പിനറിയാമല്ലോ. പരമുള്ള വിഷമിക്കാതെ, എനിക്കും 2 പെൺകൊച്ചുങ്ങളുള്ളതാ. എല്ലാം വിറ്റ് വിളക്കിയെങ്കിലും തന്റെ രൂപ ഞാൻ ഉണ്ടാക്കി തരാം. താൻ സമാധാനമായിട്ട് പോകും. എവളാണ് സാറേ കൈവശം കാർത്തിയായി? ഞാൻ പറഞ്ഞില്ലേ, ദാമു എവളുടെ വീട്ടിലാ താമസം. എവളുടെ വീട് മുഴുവൻ പരിശോധിച്ചു, അവനെ കിട്ടിയിട്ടില്ല. അവനെ എവള് എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണ്. എത്ര ചോദിച്ചിട്ടോട്ട് പറയുന്നുമില്ല. സാറ് തന്നെ ചോദിച്ചാൽ ദാമു എവിടെ ഉണ്ടെന്ന് നിനക്കറിയില്ല അല്ലേ? എനിക്ക് അറിഞ്ഞൂടെ എന്റെ ഏമാനെ. ദാമുവായിട്ട് നിനക്കിപ്പോ യാതൊരു ബന്ധവും ഇല്ല. ഉണ്ടായിരുന്നേ, അതൊക്കെ പഴയ കഥയാ. പക്ഷേ ഇപ്പൊ ഒരാളിന്റെ ചെലവിൽ മാനമര്യാദയായിട്ട് ജീവിക്കുകയാണ്. ഈ പറയുന്നതെല്ലാം എന്റെ പെറ്റമ്മയാണ് സത്യം ഏമാനെ. ദീപിക്കും ഇത്തിരി പൊന്നുള്ളത് പറിച്ചു വിറ്റാലും ഈ പെമ്പിള്ളാര് വെറും കഴുത്തോടെ നടക്കുന്നത് നാണക്കേടല്ലേ? അതിനേക്കാൾ നാണക്കേടല്ലേ ലക്ഷ്മി നാട്ടുകാരെന്നെ കള്ളനെന്ന് വിളിക്കുന്നത്? അതിന് അച്ഛനല്ലല്ലോ രൂപ മോഷ്ടിച്ചത്. കുഞ്ഞേ, പോസ്റ്റ് ഓഫീസിൽ നിന്ന് രൂപ പോയതിന്റെ ഉത്തരവാദിത്വം എനിക്കാ. ചിലപ്പോ എന്റെ ഉദ്യോഗം പോയെന്ന് വരും. ഒന്നും ആലോചിക്കാനില്ല അച്ഛാ. പൊന്നു വിൽക്കുന്നത് തന്നെയാ നല്ലത്. അതുകൊണ്ട് തികയോ? തികഞ്ഞില്ലേ? നമ്മുടെ പശുവിനെ കൂടെ വെക്കാം. പശുവിനെ വിൽക്കാനോ? എന്റെ ഭഗവാനെ, ഞങ്ങളെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? അമ്മ വിഷമിക്കാതെ. എന്തൊക്കെ വിറ്റാലും പരമുള്ളയുടെ പണം നാളെ തന്നെ കൊടുക്കണം. മാന്യമഹാജനങ്ങളെ,
മാതകറാണി മാധുരി ദേവിയുടെ മനോഹര നൃത്തം ആരംഭിക്കുവാൻ പോകുന്നു. നിരാശരാകാതെ ടിക്കറ്റ് എടുത്ത് ഉടനുടൻ അകത്ത് കയറുക. മാതകറാണി മാധുരി ദേവിയുടെ മനോഹര നൃത്തം. ദാമോട്ടനോ? എന്താടി? എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്തു. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. മിടുക്കി. ഇന്ന് നമുക്കൊന്ന് സുഖിച്ചു കളയാം. നീ പോയി ഒരു ഗ്ലാസും ഇച്ചിരി വെള്ളം കൊണ്ടുവാ. വേണ്ട വേണ്ട, ഇപ്പോഴിവിടെ കുടിക്കാൻ കിടക്കി ഒന്നും വേണ്ട. എന്ത് പറ്റി? ദാമോട്ടനെ ഇവിടെ വെച്ച് പോലീസുകാർ കണ്ടാ അവരെന്നെ ജീവനോടെ വെച്ചേക്കില്ല. എടീ, പോലീസുകാരെന്നെ കാണാനും പോകുന്നില്ല, പിടിക്കാനും പോകുന്നില്ല. ഇങ്ങോട്ട് വാന്നേ. കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. ആ, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ മാറി നിന്നേക്കാം. ഏതായാലും കുറച്ച് രൂപ കൂടെ. അല്ലേ, 200 രൂപയും കൊണ്ട് പോയത് മുഴുവനും ചെലവാക്കിയോ? കാർത്തിയായനി, പോസ്റ്റ് ഓഫീസിൽ നിന്ന് എടുത്ത രൂപ 7000 നിന്റെ കയ്യിൽ തന്നിരിക്കുന്നത്, അത് മറക്കരുത്. ഇന്നാ ഇതൂടെ വെച്ചോ. പോട്ടെ. അച്ഛാ, ദേ ആഭരണം.
പശുവിനെ കൊണ്ട് എങ്ങോട്ടാ? വിൽക്കാൻ. പരമുള്ളയുടെ രൂപ കൊടുക്കാൻ വേറെ ഒരു വഴിയുമില്ല. എന്നാലേ അതിന്റെ ആവശ്യമില്ല. കള്ളനെ തൊണ്ടി സഹിതം പിടിച്ച് പോസ്റ്റ് ഓഫീസ് തടയി നിർത്തിയിട്ടുണ്ട്. കുറുപ്പ് സാർ വേഗം അങ്ങോട്ട് വാ. മോളെ നമസ്കാരം. പോസ്റ്റ് ഓഫീസ് തുറക്കൂ. എങ്ങനെയാണ് ഇതിനകത്ത് കയറിയത്? പുറകിലൂടെ കേറി ഓടലക്കിയ. ഓഹോ, എപ്പോഴായിരുന്നു? രാത്രി 10 മണിക്ക് ശേഷം. നീ എന്നോട് ഇത് ചെയ്തല്ലോടാ മഹാപാപി. ഇതാണ് അവൻ മോഷ്ടിച്ച പണം. ഇതിൽ 300 രൂപ ചെലവാക്കിയിട്ടുണ്ട്. 300 രൂപയ്ക്ക് വേണമെങ്കിൽ ഇവന്റെ 3 വാരിയല്ലേ ഞാൻ ഊരിത്തരാൻ കുറിപ്പ് സാറേ. അയ്യോ, എന്റെ കണ്ണും വെട്ടത്ത് വെച്ച് അത് ചെയ്യല്ലേ സാറേ. പരമുള്ളേ, ഇതാ കുറവുള്ളൂ, ഞാനങ്ങ് തന്നോളാം. വേണ്ട, അത് ഞാനങ്ങ് ഉപേക്ഷിച്ചിരിക്കുന്നു. എന്റെ കാശ് കിട്ടി. ആ കൈവിശം കാർത്തിയാനി കൂടെ കിട്ടിയിട്ട് വേണം ഇവന്റെ സകല കളവ് തെളിയിക്കാൻ. അവൾ ഒളിവില. സാർ എനിക്ക് ഇത് തന്നെ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ശാരദയാണ് ഞങ്ങളെ സഹായിച്ചത്. അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് ഇതിനെ പിടിക്കാൻ കഴിഞ്ഞത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ ശാരദയ്ക്ക് പറ്റിയത് പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. ഇപ്പോഴാണ് സമാധാനമായത്. മോഷണം പോയ പണം തിരിച്ചു കിട്ടി, കൊടുക്കണ്ടാക്കി തിരിച്ചു കൊടുത്തു, കള്ളനെ പോലീസ് പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. സന്തോഷമായി. അപൂർവ സഹോദരികൾ എവിടെ പോയിട്ട് വരുന്നു? അമ്പലത്തിൽ. ഞങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിച്ച ദേവനെ അർച്ചന നടത്താൻ പോയതാ. ദേവനോടൊപ്പം മനുഷ്യനും പങ്കുണ്ട്. മനുഷ്യർക്ക് ആരെങ്കിലും അർച്ചന നടത്താറുണ്ടോ? അതില്ല, ഒരു നന്ദി വാക്കെങ്കിലും പറയാമല്ലോ. ഒരു 100 വട്ടം പറയാം, പോരെ? ഞാനും ഒരു ഈശ്വര വിശ്വാസിയാ. പൂവും പ്രസാദവും ഒക്കെ എനിക്കും ഇഷ്ടമാണ്. ഞാൻ തരാം. ഇതാ. ആ കേസിന്റെ ഫയൽ ക്ലോസ് ചെയ്യാൻ കുറുപ്പ് സാർ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് തരണം. അച്ഛനെ അങ്ങോട്ട് പറഞ്ഞയക്കാം. വേണ്ട, നാളെ ഞാൻ എച്ചിറയിൽ കൊടുത്തയക്കാം. ആ ഇൻസ്പെക്ടർ ഒരു സരസനാണ്. ഇല്ലടി സരതി, നല്ല സരസനാ. എന്നെ ചോദ്യം ചെയ്തപ്പോ അയാളുടെ മുഖം കാണേണ്ടിയിരുന്നു, കടുവയെ പോലെ. പിന്നെ നിന്നോട് കൊഞ്ചുകൊണ്ട് ചോദിക്കണോ? ഏതായാലും കള്ളനെ കയ്യോട് പിടിച്ചില്ലേ? കള്ളനാരെന്ന് ഞാനല്ലേ പറഞ്ഞു കൊടുത്തത്. പറഞ്ഞത് നീയാണെങ്കിലും പിടിച്ചത് ഇൻസ്പെക്ടർ അല്ലേ? അതയാളുടെ ഡ്യൂട്ടിയാ. എന്ത് ഡ്യൂട്ടി ആയാലും നമ്മുടെ പൊന്നും പശുവും പോകാതിരുന്നത് അദ്ദേഹത്തിന്റെ മിടുക്കൊണ്ട് തന്നെയാ. എന്നാലേ ആ മിടുക്കിന് നീ തന്നെ കിട്ടിക്കോ.
അച്ഛനല്ലേ ഇവിടെ? ഉണ്ട്. അച്ഛാ, സാറെന്താണോ രാവിലെ ഇങ്ങോട്ട്? ഈ സ്റ്റേറ്റ്മെന്റിലൊന്ന് ഒപ്പിട്ട് തരണം. അയ്യോ, ഞാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. കുറുപ്പ് സാറിനെ കൊണ്ട് എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട്. എന്താണാവോ? ഞാനിവിടെ ചാർജ് എടുത്തിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. തൽക്കാലം സ്റ്റേഷന്റെ പുറകിലാണ് താമസം. ഒരു വീട് അന്വേഷിച്ച് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. സാർ ഞങ്ങളെ കുടുംബത്തിനെ രക്ഷിച്ച ആളല്ലയോ, ഞാൻ ഇന്നെ അന്വേഷിക്കാം. സാറിന് താമസിക്കാൻ പറ്റിയ വീട് ഇവിടെ ഏതാ ഉള്ളത്? എനിക്കങ്ങനെ വലിയ വീട് വേണമെന്നൊന്നുമില്ല. 2 മുറി അടുക്കളയും മതി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മേ, ആ തഹസിൽദാരുടെ വീട് ഒഴിഞ്ഞു കിടക്കുക. എവിടാ? ഇവിടെ അടുത്താ. ഇന്ന് തന്നെ അന്വേഷിച്ച് വിവരം അറിയിക്കാം. വലിയ വാടക കൊടുക്കേണ്ടി വരുമോ? പോലീസ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് വലിയ വാടക കൊടുക്കേണ്ടി വരില്ലായിരിക്കും. ഇത് ഒപ്പിട്ട് സ്റ്റേഷനിൽ തന്നാ മതി. ഞാൻ പറ്റേ. അമ്മേ, കാപ്പി. സാറേ, ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാം. നല്ല മധുരം. അയ്യോ, പഞ്ചസാരയിടാൻ മറന്നുപോയി. എന്താടി, ഇന്നും സമരമാണോ? അല്ല, ഞാൻ ഇന്ന് അവധിയെടുത്തു. ആ, നമ്മുടെ ഇൻസ്പെക്ടർക്ക് വീട് അന്വേഷിക്കാൻ പോയതാ. ആ തഹസിൽദാരുടെ വീട് തന്നെ കിട്ടി. ദേ, കയ്യോട്ട് താക്കോലും വാങ്ങി. ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. എവിടെ? പോലീസ് സ്റ്റേഷനിലോ? അതെ. നിനക്ക് നാണല്ലേ? എന്തിന്? നമ്മളെ സഹായിച്ച ആളല്ലേ, ഒരു ഉപകാരം ചെയ്തൂടെ? വേണ്ട വേണ്ട, താക്കോലിങ് ഞാൻ നേരെ അച്ഛൻ കൊടുത്തോളൂ. ആ, കുറുപ്പ് സാറിനെ കണ്ടത് നന്നായി. എന്താ? എന്റെ കയ്യിൽ ഒരു 200 രൂപയുണ്ട്. എന്റെ അക്കൗണ്ടിൽ ഒന്ന് അടച്ചേരെ. നാളെ രാവിലെ 9 മണിക്ക് ആഫീസിൽ കൊണ്ടുവന്നാൽ മതി. അല്ല, അവിടം വരെ നടക്കണ്ടെന്ന് കരുതിയാ പറഞ്ഞത്. സർക്കാർ പണം ആഫീസിൽ സൂക്ഷിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി. അന്നുള്ള മെയിലിൽ ഹെഡ് ഓഫീസിൽ എത്തിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുക. ഒരു മോഷണം നടന്നതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് തീ തിന്നു. എന്റെ വീടിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വന്നതാ. അത് നളിനിയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, അവളോട് ചോദിച്ചാൽ മതി. ആരായാലും എനിക്ക് വീട് കിട്ടിയാ മതി. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. നളിനി ഇപ്പോ എവിടെ കാണും? ഇപ്പൊ തന്നെ കാണണമെങ്കിൽ സ്കൂളിൽ അന്വേഷിച്ചാൽ മതി. ഞാൻ ഡ്യൂട്ടിയില്ല. ഒന്ന് അന്വേഷിച്ച് പറഞ്ഞാൽ മതി. നാളെ വരാം. എനിക്കതിനൊന്നും നേരമില്ല. ഓഹോ, ഞാൻ സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തതിന്റെ അവരം വീട്ടിലായിരിക്കും. പിന്നല്ലാതെ കൊലപ്പുള്ളികളെ ചോദ്യം ചെയ്യുന്ന പോലല്ലേ എന്നോട് ചോദിച്ചത്? ഞാനൊന്ന് വരട്ടി നോക്കിയതല്ലേ. അങ്ങനെയൊന്നും വരലുന്ന കൂട്ടത്തിലല്ലെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ആ വീടിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വന്നതാ. ഓളെ നന്ദി വല്ലതും പറഞ്ഞോ? തഹസീൽദാരുടെ വീടിന്റെ താക്കോലിവിടെ തന്നിട്ടുണ്ട്. വലിയ ഉപകാരം. അയ്യോ വേണ്ട സാറേ, കുറച്ചാളൊരു പൂട്ടിയിട്ടിരിക്കുന്ന വീടാ. ഞാൻ ഒന്ന് വൃത്തിയാക്കിയിടാം. ശരി, പോട്ടെ. ഓളെ കഥ ഓളെ കുറുപ്പ് സാറേ, ഞാൻ ഏത് സ്റ്റേഷനിൽ ഇരുന്നാലും ഇതിന്റെ ഇരട്ടി ഫർണിച്ചർ വാങ്ങും. എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്തു? അവിടെ തന്നെ കൊടുത്തിട്ട് പോരും. അതെന്താ? ചെല്ലുന്നിടത്തെല്ലാം ഓരോ താവളക്കാരും ഈ ഫർണിച്ചറെങ്കിലും കൊടുത്തില്ലെങ്കിൽ ദൈവദോഷം ഉണ്ടാകും. ആ, വീടടങ്കം എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ ശ്രമക്കാരായിട്ട്. എടോ ഭാഗമില്ലേ, ആരെന്തോ പൊളിക്കായിരുന്നു. അല്ല സാറേ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും യൂണിഫോം കാക്കിയ. അപ്പൊ പിന്നെ 2 ഡിപ്പാർട്ട്മെന്റും കൂടി ഒന്നാക്കിയാലോ എന്ന് കുറുപ്പ് സാറിനോട് ആലോചിക്കായിരുന്നു. അതുകൊണ്ടുള്ള ഗുണം
ഒന്നുമില്ലേലും വല്ലവർക്കും വരുന്ന മണി ഓർഡർ പണം കുറച്ചു നേരമെങ്കിലും കയ്യിലിരിക്കുമല്ലോ സാറേ. പിള്ളസാറിന്റെ ഓരോ തമാശ. ആ ആഹാരക്കാരും എങ്ങനെ, വേലക്കാരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. സാറിന് ഇഷ്ടമാണെങ്കിൽ വീട്ടിൽ നിന്ന് കൊടുത്തയക്കാം. അയ്യോ അത് വേണ്ട. കുറുപ്പ് സാറിന്റെ വീട്ടിൽ കറക്കുന്നൊരു പശുവുണ്ട്, പാല് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. ആ അത് നല്ല കാര്യം. രാവിലെ ഓരോ കുപ്പി പാല് തന്നേക്ക്. ഓ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. വനലക്ഷ്മി വാ മക്കളെ. സാറിന് വീടും കിട്ടി, കുറുപ്പിന്റെ പാലം വിറ്റു. നീ എന്താടെ ഇന്ന് ഇത്ര കാലത്തെ സ്കൂളിൽ പോകുന്നത്? എക്സ്ട്രാ ക്ലാസ് ഉണ്ടമ്മേ. ആ എന്നാ ചെല്ലേ. അച്ഛാ, എന്താ മോളെ? ഇൻസ്പെക്ടർ അദ്ദേഹത്തിനുള്ള പാല് ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം. നീ കൊണ്ടുപോണ്ട മോളെ. അതിനെന്താ, അവൾ അതുവഴിയല്ലേ പോകുന്നത്? കൊണ്ട് കൊടുത്തിട്ട് പോട്ടെ. എന്നാ സാർ, സാർ. ആ പാല്. നള്ളിക്ക് ഇതൊരു ബുദ്ധിമുട്ടായല്ലേ? എനിക്കെന്താ ബുദ്ധിമുട്ട്? ഞാനിന്ന് ഇതുവഴിയാ സ്കൂളിൽ പോകുന്നത്. ഓ അങ്ങനെയാണോ? ആട്ടെ, ഇതൊക്കെ പാകപ്പെടുത്താൻ ഇവിടെ വേലക്കാരെങ്കിലും ഉണ്ടോ? വേലക്കാര് പാവപ്പെടുത്തരുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോ പിന്നെ വേണ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കണം. എനിക്ക് മനസ്സിലിണങ്ങിയ ഒരാളെ ഇതുവരെ കിട്ടിയില്ല. അത് കാര്യമായി അന്വേഷിക്കാനിട്ടാ. നള്ളിയുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാ? അത് 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 ഞാൻ പിന്നെ പറയാം. ആ ദാമുവിനെ ശിക്ഷിച്ചു. അറിഞ്ഞു. അല്ല, അവൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാലും ശല്യമായിരിക്കും. ഇപ്പൊ അവൻ പോസ്റ്റ് ഓഫീസിൽ കിടന്ന പണം മോഷ്ടിച്ചു. ഇനി പോസ്റ്റ് ഓഫീസേ അടിച്ചിട്ട് പോകും. എന്ന് വെച്ച് പോസ്റ്റ് ഓഫീസ് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കാൻ ഒക്കോ? വേണ്ട, പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിയേക്കാം. എന്താ? ആട്ടെ, കൊടുത്തയക്കുന്ന പാല് മുഴുവൻ വെള്ളമാണല്ലോ. ഞങ്ങൾ വെള്ളം ചേർക്കാറില്ല. പിന്നെ ഞാനാണ് ചേർക്കുന്നത്. അതെനിക്കറിയില്ല. ഞങ്ങളുടെ പശു തീറ്റയ്ക്കൊപ്പം കുറച്ച് വെള്ളം കുടിക്കും. അത് ശരി. എന്നും നള്ളിയിട്ട് നടത്തിക്കാതെ ശാരദയ്ക്ക് പാലുണ്ടെന്നാൽ എന്താ? ആര് കൊണ്ടുവന്നാലും എന്താ, പാല് കിട്ടിയാ പോരെ? അതുപോലെ ഇഷ്ടമുള്ളവർ തന്നെ കൊണ്ടുവരണം. എന്നാലേ നാളെ മുതൽ പാല് വേണ്ടാന്ന് വെക്കുന്നതാ നല്ലത്. അങ്ങനെ വാശി പിടിക്കല്ലേ. ഈ കൈ കൊണ്ട് തന്നെ പാല് കാച്ചി ഞാൻ എന്നും കുടിക്കും. നമുക്ക് കാണാം. ഓ കാണാം. ചവിട്ടാനില്ല മോളെ. പശുവിന്റെ തീറ്റയൊക്കെ തീർന്നിരിക്കുക. ഇത്തിരി പുളിയരിപ്പടിയും പിണ്ണാക്കും വാങ്ങണം. എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല ലക്ഷ്മി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പശുവിനെ പട്ടിണി കിടാൻ പറ്റുമോ?
നീ കണ്ണ് ആ ഇൻസ്പെക്ടർ ദീപിനെ കണ്ട് ഈ മാസത്തെ പാലിന്റെ പണം വാങ്ങിക്കും. സാർ സാർ എന്താ കിടക്കുന്നത്? ഒരു ചെറിയ പനി. മരുന്നൊന്നും കഴിച്ചില്ലേ? ഇല്ല. നല്ല ചൂടുണ്ടല്ലോ. ഓ സാരമില്ല. അങ്ങനെ വിചാരിക്കരുത്. ഇപ്പോഴത്തെ പനി വളരെ സൂക്ഷിക്കണം. പാല് ഞാൻ കാച്ചി തരട്ടെ? വേണ്ട, സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും വരും. അപ്പോ ഞാൻ വരട്ടെ? ശരി. കുഞ്ഞെ, ഇൻസ്പെക്ടർ എഴുത്തുമല്ലോ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഇന്നെന്താ പിള്ളച്ചേട്ട എഴുത്തന്വേഷിച്ചു വന്നത്? അദ്ദേഹം കിടപ്പാ കുഞ്ഞെ. പക്ഷെ എന്ത് പറ്റി? നല്ല പനി, രാത്രി നല്ല കുളിര് കിടുപ്പായിരുന്നു. വെളുക്കുന്ന വരെ ഞാൻ അടുത്തിരുന്ന് ചൂട് പിടിച്ചു. ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു മരുന്നും മേടിച്ചു കൊടുത്തു. ഇപ്പഴെങ്ങനെ ഇരിക്കുന്നു? പനി കുറഞ്ഞിട്ടില്ല. ടൈഫോയിഡോ അല്ലതോ അതായിരുന്ന കൊള്ളാം. എന്നെ എന്തേ അറിയിക്കേ? നീ വിഷമിക്കുമെന്ന് കരുതി. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? നീ അടുത്ത് വന്നപ്പോ എനിക്ക് ആശ്വാസമായി. കരയാതെ. ഒരു കവർ വന്നു. പനി എങ്ങനെയിരിക്കുന്നു? കുറവുണ്ട്. മരുന്ന് വല്ലതും കഴിച്ചോ? കഴിച്ചു. പിന്നെന്താ വല്ലാതിരിക്കുന്നേ? ചെറിയൊരു തലവേദന. ഞാൻ ബാം പുരട്ടി തരാം. വേണ്ട, അതിന് തന്നേക്ക്, ഞാൻ പുരട്ടിക്കോളാം. ഞാൻ പുരട്ടി തരാന്നേ. ഞാൻ നാട്ടിലേക്ക് ഒരു സ്ഥലം മാറ്റത്തിന് ശ്രമിച്ചാലെന്തെന്ന് ആലോചിക്കുക. ഒരു പനി വന്നപ്പോ പോലീസ് ഇൻസ്പെക്ടർ ഇങ്ങനെ പേടിച്ചാലോ? അതുകൊണ്ടല്ല. എന്ത് സഹായത്തിനും ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അതെനിക്കറിയാം. ഇന്ന് എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. ഞാൻ കുറച്ച് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്, എടുത്തു തരട്ടെ? ഓ വേണ്ട, എനിക്ക് തീരെ വിശപ്പില്ല. എന്നാ രാത്രി കഴിക്കാൻ കുറച്ച് പൊടിയേരി കഞ്ഞി കൊടുത്തയക്കട്ടെ? വേണ്ട, കഞ്ഞി കൊണ്ടുവരാൻ ഞാൻ എച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഇതാ. ഇതെന്താ? ഇത് ഈ മാസത്തെ പാലിന്റെ കാശ. അമ്മയുടെ കൈ കൊടുത്തേക്ക്. ശരി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ നളിനി അവന്റെ നെറ്റിയെ മരുന്ന് വരട്ടി കൊടുക്കുന്നത്. ഓഹോ ലക്ഷ്മി, നാളെ മുതൽ അവളുടെ കൈ പാല് കൊടുത്തയക്കണ്ട. അതെന്താ? നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിപ്പിക്കരുത്. അല്ല, അവനവളെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെങ്കിലേ
അതൊന്ന് ആലോചിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. രണ്ടുപേർക്കും ഉദ്യോഗമുണ്ട്. കണ്ടിടത്തോളം നല്ല തങ്കപ്പെട്ട ഒരു കൊച്ചന്. എടി, അവന്റെ നാടെവിടെ, വീടെവിടെ, വേണ്ടപ്പെട്ടവരാരൊക്കെ ഉണ്ട് എന്നാ കൂടി അറിയണ്ടേ? അതൊക്കെ പിന്നെ. ആദ്യം അവനിക്കാര്യം ഇഷ്ടമാണോ എന്ന് നിങ്ങളൊന്ന് ചോദിക്ക്. മുഖത്ത് കയറി വന്ന ലക്ഷ്മിയെ ആട്ടിയിറക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ശരി, നാളെ തന്നെ ചോദിക്കാം. ഞാൻ ഈ കാര്യം അങ്ങോട്ട് വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. കുറുപ്പ് സാറിന്റെ മകളെ വിവാഹം കഴിക്കാൻ എനിക്കിഷ്ടമാണ്. എനിക്ക് ഈ ജോലി മാത്രമേ ഉള്ളൂ. സ്വത്തും സൗകര്യമൊന്നും ഉള്ള ആളല്ല ഞാൻ. ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്നത്തേക്ക് നടത്തണമെന്നോ? അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ മതി. ഓ, ഞാൻ വരട്ടെ. ലക്ഷ്മി, ദേ വരുന്നേ. പോയ കാര്യം എന്തായി? ജയനെ കണ്ടോ? ഞാൻ എഴുത്തൊക്കെ കൊടുത്തിട്ട് ജയന്റെ വീട്ടിൽ ചെന്നപ്പോ ഡ്യൂട്ടി പോലീസുകാരെ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ജയൻ വരുന്നത് വരെ കാത്തിരുന്നു. കല്യാണക്കാരൻ സംസാരിച്ചോ? സംസാരിച്ചു. എന്നിട്ട് ജയൻ എന്ത് പറഞ്ഞു? സമ്മതമാണെന്ന് പറഞ്ഞു. നേരെ. പിന്നെ നമുക്ക് ഈ കല്യാണം ഉടനെ നടത്തണം. അങ്ങനെ നിങ്ങൾ ധൃതി പിടിച്ചാലേ ജാതകം നോക്കണം. ഒന്നും നോക്കണ്ട, അവൻ ഇഷ്ടപ്പെട്ട കാര്യമല്ലേ. നാളെ തന്നെ ജയനെ കണ്ട് തീരെ അങ്ങ് നിശ്ചയിക്കും. ശരി. നീ പുസ്തകം തുറന്നു വെച്ച് സ്വപ്നം കാണുകയാണ്. വാ കിടക്കാം. ആദ്യത്തെ കല്യാണമല്ലേ, അതുകൊണ്ട് വീട്ടിൽ വെച്ച് നടത്തണമെന്നാ എന്റെ ആഗ്രഹം. അങ്ങനെ ആയിക്കോട്ടെ. മറ്റൊരു കാര്യം കൂടി ജയനോട് പറയാനുണ്ട്. എന്താ? വിവാഹം കഴിഞ്ഞാലും അവളുടെ ജോലി കളയരുത്. ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാ എന്റെ മോക്ക് ആ ജോലി കിട്ടിയത്. അതിനവള് ടെസ്റ്റ് എഴുതിയിട്ടല്ലേ ഉള്ളു. അത് ശാരദയാണ്. ശാരദ വിവാഹം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാനും ലക്ഷ്മിയും വിചാരിച്ചത് നളിനിയുടെ കാര്യമാണെന്നാ. നളിനിയെ എനിക്കിഷ്ടമാണ്. പക്ഷെ അവളെപ്പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. ശരി, ജയൻ അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് അത് തന്നെ നടത്താം. നടക്കത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അക്കാര്യം ഞാൻ നടത്തത്തില്ല. നീ ഒന്ന് സമാധാനപ്പെടും ലക്ഷ്മി. അയാൾക്ക് ഇഷ്ടപ്പെട്ടത് ശാരദയാണ്. നമുക്കതങ്ങ് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. എന്റെ സ്വന്തം മോള് ജീവിച്ചിരിക്കുമ്പോ ശാരദയുടെ വിവാഹം നിങ്ങൾ നടത്തുന്നു? അന്ന് എന്റെ ശവമായിരിക്കും ഈ വീട്ടിൽ. ശാരദയും നമ്മുടെ മോളല്ലേ ലക്ഷ്മി? എന്നാര് പറഞ്ഞു? ഞാൻ ഒന്നേ പറ്റുള്ളൂ, അത് നളിനിയാ. നീ അവളെ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ. പെറ്റ തള്ളയെപ്പോലല്ലേ നീ അവളെ വളർത്തിയത്? എങ്ങാണ്ടോ കിടന്ന് ഒരുത്തിന് ഏൽപ്പിച്ചിട്ട് പോയ ഒന്നിനെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയത് എന്റെ കുറ്റം തന്നെയാ. എന്തൊക്കെ ആയാലും പെറ്റ് വളർത്തിയതും എടുത്തു വളർത്തിയതും തന്നെ. അവൾ അപ്പുറത്തുണ്ട്. കേക്കട്ടെ, എന്നാലും ഒരിക്കലും അവളത് കേൾക്കേണ്ടതല്ലേ? അവക്കൊരു ആന്തണ വേണ്ടേ? അതും നമ്മൾ തന്നെ വേണ്ടേ നടത്തി കൊടുക്കേണ്ടത്? എന്റെ മോളെ കണ്ണിച്ച് കുടിപ്പിച്ചിട്ട് വേണോ അത്? ഈ വീട്ടിലൊരു വിവാഹം നടക്കുന്നെങ്കിൽ അത് എന്റെ മോള് നളിനിയും ജയനുമായിട്ടായിരിക്കും, തീർച്ച. എല്ലാം ഞാൻ കേട്ടു. ഇനി ഒന്നും എന്നെ മറച്ചു വെക്കരുത്. ദയവ് ചെയ്ത് ഞാൻ ആരാണെന്ന് സത്യം എന്നോട് പറയൂ. വേണ്ട മോളെ, നീ അതൊന്നും അറിയണ്ട. എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എന്നോട് പറയില്ലേ? കുഞ്ഞെ, അത് മാത്രം എന്നോട് ചോദിക്കരുത്. ഈ ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്.
എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് പറയണം. പറയാം മോളെ, പറയാം. അന്ന് വടക്കൊരു നാട്ടിലായിരുന്നു എനിക്ക് ജോലി. നീയും നളിനിയും കുഞ്ഞുങ്ങളായിരുന്നു. എന്റെ അയൽവാസിയായിരുന്നു ഭാസ്കരൻ. ഞങ്ങൾ 2 കുടുംബങ്ങൾ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു. വേലായുധ മുതലാളിയുടെ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഭാസ്കരൻ. ഭാസ്കര, എന്നും നേരത്തെ എത്തുന്ന ബസ് ഇന്നത്തെ താമസിച്ചത്? ഇന്ന് ചന്ത ദിവസമാണെന്ന് അറിഞ്ഞുകൂടെ കുറിപ്പേ? എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിന്റെ നടയിൽ നിറച്ച ആൾക്കാരാ. മേൽരാവ് വരാൻ താമസിച്ചാലും കുറ്റം പോസ്റ്റ്മാനാ. എന്റെ വണ്ടി യാത്രക്കാർ സഞ്ചരിക്കുന്നതാ, അല്ലാതെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റേതല്ല. അപ്പൊ ഇത് വേലായ മുതലാളിയുടെ ബസ്സല്ലേ ഭാസ്കരൻ എന്നായിരുന്നു വിലക്ക് വാങ്ങിച്ചത്? കുറിപ്പേ, ഞാൻ ഓടിക്കുന്ന ബസ് എന്റെ സ്വന്തം തന്നെ. ഇതാണ് എനിക്ക് ആഹാരം തരുന്നത്. അത് ന്യായം. പറ്റേ. ഇതാ ചോറ്. എന്താ ഇത്? കുറച്ച് പച്ചക്കറിയാ ദേവകി. മോക്ക് മരുന്ന് വാങ്ങിച്ചില്ലേ? ഡിസ്പെൻസറി നിറച്ച ആള് വൈകുന്നേരം വരുമ്പോ ഞാൻ വാങ്ങിച്ചോണ്ട്. മറക്കരുത് കേട്ടോ. ഇല്ല ഇല്ല. എന്റെ ദേവകി, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴാ സ്ഥലമാറ്റം കിട്ടുന്നെന്ന് പറയാൻ ഒക്കുവോ? അത് ഒരു കണക്കിന് നല്ലതല്ലേ ചേച്ചി? എല്ലാ സ്ഥലവും കാണാമല്ലോ. എന്ന് നിനക്ക് പറയാം. ഈ വീട്ടു സാധനങ്ങളും പെറുക്കി കെട്ടി ഓരോ സ്ഥലം ചുറ്റുന്നത് എന്തൊരു പാടാണെന്നറിയാവോ? ലക്ഷ്മി, നീ ഇവിടെ കൊച്ചുവർത്താനം പറഞ്ഞോണ്ടിരിക്കാന്നോ? ഇങ്ങോട്ട് വന്നേ, എനിക്ക് വിശക്കുന്നു. മോടെ അച്ഛൻ വന്നു, ഞാനിങ്ങോട്ട് ചെല്ലട്ടെ. ആ വാ മോളെ. ഹാക്കൻ ചേട്ടൻ വരാറായില്ലേ? വരാറായി. ദേ, എന്താ ഇത്, പായസം? അതെ, പായസം ഉണ്ടാക്കാൻ എന്താ വിശേഷം? അങ്ങേതിലെ കുറുപ്പ് സാറിന്റെ മോളുടെ പിറന്നാളായിരുന്നു. ലക്ഷ്മി ചേച്ചി കൊണ്ടുവന്നതാ. ഓ, നമ്മുടെ മോടെ പിറന്നാളിനും പായസവും പലഹാരവും ഒക്കെ ഉണ്ടാക്കണം. എല്ലാ ആൾക്കും കൊടുക്കണം. ഭാസ്കര, മുതലാളിയാ, ദാ പിടിച്ചേ. മോൾ ഇവിടെ നിൽക്ക. മുതലാളി ഇവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്താ മുതലാളി വിശേഷം? ഭാസ്കരൻ നാളെ വെളുപ്പിന് മധുര വരുന്നു പോകണം. എന്താ കാര്യം? എനിക്ക് വേണ്ടി ഒരു ഫോറിൻ കാർ എന്റെ ഒരു സ്നേഹിതൻ മധുരയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭാസ്കരൻ പോയത് എടുത്തോണ്ട് വരണം. ശരി മുതലാളി. ഇതാ സ്നേഹിതനുള്ള കത്ത്, വഴിച്ചിനുള്ള പണം. ദേവകി, വേഗം കാപ്പിയിട്. വേണ്ട. എന്താ ദേവകിക്കും കുഞ്ഞിന് സുഖമല്ലേ? സുഖമാണ് മുതലാളി. മധുരയ്ക്ക് പോയിട്ട് എന്നാ വരുന്നത്? നാളെ തന്നെ വരും. മധുരയിൽ നിന്ന് വരുമ്പം നിനക്ക് എന്ത് വാങ്ങിക്കൊണ്ടുവരണം? എനിക്കൊന്നും വേണ്ട, വേഗം ഇങ്ങ് എത്തിയാ മതി. നിനക്കൊരു സാരി വാങ്ങിക്കൊണ്ടുവരാം. വേണ്ട ഏട്ടാ, മോക്ക് 2 ഫ്രോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാ മതി. ശരി, മോക്ക് 2 ഫ്രോക്കും മോന് 2 ഷർട്ടും. മോനോ? ഏതു മോൻ? എന്റെ ജനിക്കാനിരിക്കുന്ന പൊന്നുമോൻ. മോൾ ഉറങ്ങിയോ? ഉറങ്ങി. പിറ്റേന്ന് തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് പോയതാ. ഇന്ന് 3 ആയി. ഭാസ്കരേട്ടൻ കമ്പനിക്കാരിയായിട്ടല്ലേ പോയത്? അതെ. എന്നാലും ആ മുതലാളിയെ കണ്ടെന്ന് ചോദിച്ചാലോ ചേച്ചി? അത് ശരിയാ. ഞാനിന്ന് പോയിട്ട് വരാം. മോളെ ഒന്ന് നോക്കിക്കോണേ.
മുതലാളി മുകളിൽ ഓഫീസർ റൂമിൽ ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ശരി. യെസ്, കം ഇൻ. നമസ്കാരം മുതലാളി. ആ, ദേവകിയോ? എന്താ? മോളുടെ അച്ഛൻ മധുരയ്ക്ക് പോയിട്ട് ഇന്ന് 3 ആയി, ഇതുവരെ വന്നില്ല. ഭാസ്കരനെ ഞാൻ ഒരു കാര്യത്തിന് അയച്ചതല്ലേ, ഇന്നോ നാളെയോ വരും. വീട്ടിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? കാണാത്തോണ്ടുള്ള വിഷമമാ മുതലാളി. ഇതാ, ഈ രൂപ വെച്ചോളൂ. വേണ്ട. വേണ്ട മുതലാളി. ദേവകി, എനിക്ക് നിന്നിഷ്ടമാണ്. നീ മനസ്സ് വെച്ചാൽ നിനക്ക് ഞാൻ എന്തു വേണമെങ്കിലും തരും. ഇത് ഞാനും നീയുമല്ലാതെ മറ്റാരും അറിയാൻ പോകുന്നില്ല. മുതലാളി, ഞാൻ അത്രക്കാരിയല്ല. ഓ, അങ്ങനെ അങ്ങ് പോയാലോ? ദേവകി, ദേവകി, ഞാൻ ചേട്ടനെ കാണാത്തോണ്ട് തിരക്കി വന്നതാ. മുതലാളി എന്നെ പ്രതിയുടെ ഭാര്യ ദേവകിയും ബസ്സുടമ വേലായുനും തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടായിരുന്നത് പ്രതി നേരിട്ട് കാണുകയും അതിന്റെ പേരിൽ ഭാര്യയെ കൊലപ്പെടുത്തുകയും വേലായുധനെ കൊല്ലാൻ വേണ്ടി മാരകമായി അടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതിന് എല്ലാ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ആയതിനാൽ പ്രതി ശങ്കരൻ ഭാസ്കരൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302, 307 എന്നീ വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തം കഠിനതടവിന് വിധിച്ചിരിക്കുന്നു. കുറുപ്പേ, ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നെ ശിക്ഷിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എനിക്കെല്ലാം അറിയാം ഭാസ്കര. മോളെ,
എന്റെ മോൾ, അവൾക്കിനി ആരുമില്ല കുറുപ്പേ. അവളെ നിങ്ങൾ വളർത്തണം. ഒരു ജയിൽ പുള്ളിയാണ് അവളുടെ അച്ഛനെന്ന് ഒരിക്കലും അവൾ അറിയരുത്. കുറുപ്പേ, അവസാനമായി എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ് ഭാസ്കര? എന്നെ കാണാൻ നിങ്ങൾ ഒരിക്കലും വരരുത്. ഒരു കത്ത് പോലും അയക്കരുത്. എന്നെ മറന്നേക്കു കുറുപ്പേ. അങ്ങനെ അന്ന് നിന്നെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി. ആ ഭാസ്കരനാണ് മോളെ നിന്റെ അച്ഛൻ. എന്റെ അച്ഛൻ ഇപ്പോൾ എവിടെയാണ്? എനിക്ക് അറിഞ്ഞുകൂടാ മോളെ. ഭാസ്കരൻ ജയിലിലാണോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു കത്തളപാടും ഉണ്ടായിട്ടില്ല. എന്റെ മരണം വരെ ഈ രഹസ്യം നിന്നെ അറിയിക്കണമെന്നാണ് മോളെ ഞാൻ ആഗ്രഹിച്ചത്. എന്റെ മോള് കരയാതെ. അമ്മ ജീവിച്ചിരിക്കുമെങ്കിൽ നീയും ജയനുമായിട്ടുള്ള കല്യാണം അമ്മ നടത്തിത്തരാം. ആഹാ, ഇന്നെന്താ പതിവില്ലാതെ അമ്മ തന്നെ പാല് കൊണ്ടുവന്നത്? എനിക്ക് മോനെ ഒന്ന് കാണണമെന്ന് തോന്നി. നന്ദിയോടൊന്ന് പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അവളുടെ അച്ഛന് മോനോടൊരു കാര്യം നേരിട്ട് പറയാൻ വിഷമം. അത് പറയാനാ ഞാൻ തന്നെ വന്നത്. എന്താണ്? ശാരദയെ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതിൽ ഒരു തെറ്റുമില്ല. പിന്നെന്താ? അവളുടെ കല്യാണം കഴിഞ്ഞതാ. മുറച്ചെറുക്കൻ തന്നെയാ പുടവ് കൊടുത്തത്. കുറച്ചുനാൾ അവർ ഒരുമിച്ച് കഴിയുകയും ചെയ്തു. അവൻ വേറൊരു പെണ്ണുമായിട്ട് അടുപ്പത്തിലായി. അങ്ങനെ ശാരദയുടെ ബന്ധം ഉപേക്ഷിച്ചിട്ട് അവൻ അങ്ങ് പോയി. മോൻ വിഷമിക്കണ്ട. ശാരദയ്ക്ക് പകരം നളിനിയുണ്ടല്ലോ. ആ കല്യാണം നമുക്കങ്ങ് നടത്താം. അമ്മേ, ശാരദയെ കാണാനില്ല. കാണാനില്ലേ? അവൾ എവിടെ പോയി? അതറിഞ്ഞുകൂടാ. ആരും അന്വേഷിക്കണ്ടെന്ന് ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇത്രയും കാലം വളർത്തി വലുതാക്കിയതിന് കിട്ടിയില്ലേ കൂലി? നീ ഒരുത്തിയാടി അവള് പോകാൻ കാരണം. ഞാൻ പറഞ്ഞിട്ടാണ് അവള് പോയത്. അട്ടയെ പിടിച്ച് മെറ്റെ കിടത്തിയാ കിടക്കുവോ? നിന്റെ മനസ്സിൽ ഇപ്പോൾ നടന്നോ? എന്റെ ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി അവളെ തിരക്കാനാണ്? എന്തിനാ തിരക്കുന്നത്? അവള് നിങ്ങളുടെ ആളാണോ? അവളുടെ പാട്ടിന് പാട്ടെന്ന് തിരക്കുന്നു. നീ വാടി. എന്താ സാർ? എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ശാരദ തന്നെ വിവാഹം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. കുറുപ്പ് സാറിന് ഇക്കാര്യത്തിൽ വല്ല താല്പര്യക്കുറവുണ്ടോ? അവളുടെ ആദ്യത്തെ വിവാഹം നിങ്ങൾ തന്നെയല്ലേ നടത്തിയത്? ശാരദയുടെ കുറ്റം കൊണ്ടല്ലല്ലോ അവനെ അവളെ ഉപേക്ഷിച്ചിട്ട് പോയത്. ആരെ ഉപേക്ഷിച്ചിട്ട് പോയെന്നായി പറയുന്നത്? ശാരദയുടെ ആദ്യത്തെ വിവാഹത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യ വിവാഹമോ? ഇതാര് പറഞ്ഞു? നിങ്ങളുടെ ഭാര്യ തന്നെ. അവൾ അങ്ങനെ പറഞ്ഞു? അയ്യോ, അങ്ങോട്ട് കാര്യമേ നടന്നിട്ടില്ല. സ്വന്തം മകളെ പറ്റി ഒരമ്മ അങ്ങനെ പറയുമോ? അവൾ
എന്റെ വളർത്തുമോളാണ് സാറേ. വീട്ടിൽ നടന്ന എന്താണെന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. സാറി എഴുത്തൊന്ന് വായിച്ചു നോക്കണം. ഓർമ്മ വെച്ച ശേഷം ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ അച്ഛനെ തേടി ഞാൻ പോകുന്നു. ദയവ് ചെയ്ത് ആരും എന്നെ അന്വേഷിക്കരുത്. നളിനിയെ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ ജയൻ സാറിനോട് ഞാൻ അപേക്ഷിച്ചതായി പറയണേ. ശാരദ. എന്താ എടി, നീ ശാരദയെ പറ്റി ജയനോട് എന്താ പറഞ്ഞത്? അവളെ കല്യാണം കഴിച്ചതാണെന്നോ? അയ്യോ അച്ഛാ, അമ്മ ഒന്നും ചെയ്യരുത്. അമ്മ അമ്മ ഇവളാണ് പെട്ടെന്ന്. എന്റെ മോക്ക് നല്ലത് പറയാൻ വേണ്ടി വന്നാ ഇതിൽ അപ്പുറം പറയും ഞാൻ. അമ്മേ ഒന്നും മിണ്ടാതിരിക്കൂ. ഓക്കെ, താങ്ക് യു. CI കുഞ്ചുനായർ സ്പീക്കിംഗ്. ഞാൻ ജയനാണ്. എന്താ പതിവില്ലാതെ? എനിക്ക് വളരെ വേണ്ടപ്പെട്ട പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിരിക്കുന്നു. പേര് ശാരദ എന്നാണ്. വളരെ ചെറുപ്പമാണ്. എന്താ വേഷം? വേഷം സാരി ബ്ലൗസുമാണ്. വെറുത്ത പൊക്കം കുറഞ്ഞ ആളാണ്. ചുരുണ്ട് തലമുടി. പരിചയമുള്ള എല്ലാവരെയും ഫോൺ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ അറിയിച്ചതാണ്. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. എന്തെങ്കിലും അറിവ് കിട്ടിയാൽ മിസ്റ്റർ ജയന് ഞാൻ ഫോൺ ചെയ്യാം. താങ്ക് യു വെരി മച്ച്. സർ, ഞാൻ 2 മാസത്തേക്ക് ലീവ് എടുക്കാൻ പോവാണ്. മോളെ ഒന്ന് അച്ഛനെ ഊണ് കഴിക്കാൻ വിളിക്കും. എന്നെ കാണുന്നത് തന്നെ കല്ലിയ. അച്ഛ, ഊണ് കഴിക്കാം. എനിക്കൊന്നും വേണ്ട മോളെ. കുറുപ്പേ, ആരാത്? ഞാനാ കുറുപ്പേ, ഡ്രൈവർ ഭാസ്കരൻ. ശിക്ഷ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ട് 1 മാസമായി. അന്നു മുതൽ ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. മോളോ? എന്റെ ശാരദയെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഭാസ്കര, ഇങ്ങോട്ട് നീ. ഭാസ്കര, ശാരദ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയപ്പോ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മറന്നുപോയോ? ഒന്നും ഞാൻ മറന്നിട്ടില്ല കുറുപ്പേ. ജയിലിൽ കഴിയുമ്പോഴും പുറത്തിറങ്ങിയിട്ടും ഞാൻ ആത്മഹത്യ ചെയ്യാതിരുന്നത് എന്റെ മോളെ കാണണം എന്നുള്ള കൊതി കൊണ്ട് മാത്രമാണ്. ഭാസ്കര, ശാരദ എന്റെ സ്വന്തം മകളായിട്ടാണ് ഞാൻ വളർത്തിയത്. നീയാണ് അവളുടെ അച്ഛനെന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ. കുറുപ്പേ, എന്റെ മോള് പിച്ച വെച്ച് നടക്കുമ്പം കണ്ടിട്ട് പോയവനാണ് ഞാൻ. അവളെ ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ പോയിക്കൊള്ളാം. ഞാൻ അവളോട് എന്ത് പറയും ഭാസ്കര? സത്യം തുറന്നു പറയണം. അത് അത് കുറുപ്പിന് പറയാൻ വിഷമമാണെങ്കിൽ ഞാൻ പറയാം. വേണ്ട ഭാസ്കര, ഞാൻ അവളോട് സംസാരിച്ചിട്ട് ഭാസ്കരനെ വിളിക്കാം. ശരി. എല്ലാം നീ കേട്ടല്ലോ. ഭാസ്കരനോട് ഞാൻ എന്ത് സമാധാനം പറയും? അച്ഛ, നടന്നതെല്ലാം തുറന്നു പറയുന്നതാ നല്ലത്. അയ്യോ, അത് അപകടം വന്നോളെ. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും അമ്മേ? നീ ഒരുത്തിയാടി ഇതിനൊക്കെ കാരണം. വരുന്നത് വരട്ടെ. ഞാൻ ഭാസ്കരനോടെല്ലാം തുറന്നു പറയാൻ പോവുകയാണ്. അയ്യോ, അബദ്ധമൊന്നും കാണിക്കരുതേ. അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവന്. പിന്നെന്താണ് ഇതിനൊരു പോംവഴി? കുറുപ്പേ, ശാരദയെ ഭാസ്കരൻ കുഞ്ഞുനാളിലല്ലേ കണ്ടിട്ടുള്ളൂ. ഇവളാണ് ശാരദ എന്ന് പറഞ്ഞ് നമുക്ക് അയാളെ കാണിച്ചാലോ? അമ്മേ, എന്റെ മോള് മനസ്സിൽ വെച്ചാലേ അയാളെ സമാധാനപ്പെടുത്തി അയക്കാൻ പറ്റൂ. കുറുപ്പേ, എന്താ ഭാസ്കര? എന്റെ മകളോട് വിവരങ്ങൾ ഞാൻ പറഞ്ഞു കുറുപ്പേ. ഇങ്ങനെ ധൃതി പിടിച്ചാലോ? ഞാൻ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്റെ മകളെ കാണാനുള്ള തിടുക്കം കൊണ്ടാണ്. ഒന്ന് സമാധാനപ്പെട്, ഞാൻ ഇപ്പൊ വരാം. മോളെ, ഒന്നും ആലോചിക്കാൻ നേരമില്ല. നീ ശാരദയാണെന്ന് പറഞ്ഞേ തീരൂ.
എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒരു വേഷം കെട്ടാൻ എനിക്ക് വയ്യ. നീ ഇതനുസരിച്ചില്ലെങ്കിൽ ഇവിടെ കൂട്ടക്കള നടക്കും. അമ്മേ, അമ്മ പറയുന്ന അനുസരിക്കും മോളെ. കുറുപ്പേ, മോള് എന്തായി കുറുപ്പേ? ഭാസ്കരമ്മ, പിന്നെ കാര്യം, പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് അവിടെ വിഷമിപ്പിക്കൽ. ഇല്ല, ഞാനൊന്നും ചോദിക്കാം. മോളെ, ഇതാണ് നിന്റെ അച്ഛൻ. മോളെ, പൊന്നുമോളെ, ഒത്തിരി വർഷം കൂടി ഞാൻ എന്റെ മോളെ കണ്ടതാ. ഇന്നത്തെ ഇടം ഞാൻ ഇവിടെ തന്നെ കഴിയാൻ പോകുക. അതെ അതെ, എന്റെ മോളെ കൈകൊണ്ട് വിളമ്പി ഒരു പിടി ചോറ് എനിക്ക് ഉണ്ണണം. എന്റെ ആഗ്രഹം കുറിപ്പ് സാധിച്ചു തരില്ലേ? അതിനെന്താ, പോയി ചോറോണം മോളെ. ചെല്ലേ ചെല്ലു മോളെ. തള്ളയില്ലാത്ത എന്റെ മകളെ ഇത്രയും കാലം വളർത്തിയതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല കുറുപ്പേ. അതിന്റെ ആവശ്യമൊന്നുമില്ല ഭാസ്കര. ഉണ്ണാ മതി. എനിക്കെന്റെ മോന് വിളമ്പി തരട്ടെ ലക്ഷ്മിയമ്മേ? ഇതാ മോളെ. എന്നും ആഹാരം കഴിക്കുമ്പോൾ എന്റെ മോൾക്കായി ഒരു ഉരുള ഞാൻ മാറ്റിവെക്കുമായിരുന്നു. ഇന്ന് മോള് വിളമ്പിത്തന്ന് കഴിക്കാനുള്ള ഭാഗ്യം അച്ഛനുണ്ടായല്ലോ. ഇതാ, കഴിക്കുമോളെ, കഴിക്കുമോളെ. വാങ്ങിച്ചോ മോളെ, കഴിക്കൂ. ഞാൻ കഴിച്ചോളാം. കുറുപ്പേ, എന്റെ മോളെ കണ്ട സന്തോഷം കൊണ്ട് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നിങ്ങളുടെ മോളെവിടെ? അവളിവിടെ ഇല്ല. എവിടെ പോയിരിക്കുന്നു? അവളെ കല്യാണം കഴിച്ചയച്ചു. അങ്ങ് തൃശ്ശൂരാണ്. ഓഹോ, അപ്പൊ നിങ്ങളുടെ മകളെ കെട്ടിച്ചയച്ചു. എന്റെ മോളും നളിനിയും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസമേ കാണൂ, അല്ലേ കുറുപ്പേ? അതെ, അത്ര കാണൂ. നളിനിയോടൊപ്പം ഇവളുടെ വിവാഹം നടത്താതിരുന്നത് എന്റെ ഭാഗ്യമാ കുറുപ്പേ. ഭാസ്കരൻ എന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ മോളുടെ വിവാഹം ഞാൻ തന്നെ നടത്തണമെന്ന ഈശ്വര നിശ്ചയം. എനിക്ക് നാട്ടിൽ കുറച്ച് ഭൂമിയുണ്ട്. അതെന്റെ സഹോദരിയുടെ നോട്ടത്തിലാണ്. അത് വിറ്റ് മോളുടെ വിവാഹം എത്രയും വേഗം നടത്തണമെന്ന എന്റെ ആഗ്രഹം. മോളെ, നമുക്ക് നാളെ തന്നെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകാം. മോളെ കൊണ്ടുപോകാനോ? അതെ, എന്റെ ബന്ധുക്കളാരും ഇവളെ കണ്ടിട്ടില്ലല്ലോ ലക്ഷ്മിയമ്മേ. ഭാസ്കര, ഇത്ര പെട്ടെന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോണോ? അവൾ ഇപ്പോഴേ വിഷമിച്ചിരിക്കുക. അതൊക്കെ അങ്ങ് മാറും, ഇല്ലേ മോളെ? എന്നാലും മോളെ ഇപ്പൊ കൊണ്ടുപോണ്ട. ഭാസ്കരൻ മാത്രം പോയി ബസ് വിട്ടിട്ട് വരും. അതല്ലേ നല്ലത്? ശരി, അങ്ങനെ ആകട്ടെ. നേരെ ഒരുപാടായി. വാ മോളെ, ഇനി നമുക്ക് കിടക്കാം. ചെല്ലു മോളെ. മോളെ,
ഞാൻ വരട്ടെ കുറുപ്പേ. അങ്ങനെ ആവട്ടെ. മോളെ, അച്ഛൻ വരുമ്പോ മോക്ക് എന്ത് വാങ്ങിച്ചോണ്ട് വരണം? അവൾക്ക് ഇതുവരെ ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടായിട്ടില്ല. അതെനിക്കറിയാം. എന്നാലും എന്റെ മോക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണ്ടേ? ഇപ്പൊ ഒന്നും വാങ്ങിച്ചോണ്ട് വരണ്ട. ശരി, അച്ഛൻ വേഗം വരാം മോളെ. വരട്ടെ വരട്ടെ കുറുപ്പേ. അച്ഛാ, ഇനി ഈ വേഷം കെട്ടാൻ എനിക്ക് വയ്യ. ഇവരോട് പറയടി, ഈ അതിമോഹക്കാരിയോട്. ഭാസ്കരൻ തിരിച്ചു വരുമ്പോ നടക്കാൻ പാടില്ലാത്ത ഒക്കെ നടക്കും. ആ പാവം പിടിച്ച പെണ്ണിനെ ഇവിടുന്ന് ഓടിച്ചതിന്റെ ഫലമാണിത്. എന്റെ ദൈവമേ, എന്റെ ശാരദ ഇപ്പൊ എവിടാണോ എന്തോ. ഐ എം സോറി മാഡം. ഭാസ്കരൻ എന്ന പേരിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരു പുള്ളി ഈ ജയിലിലില്ല. പിന്നെ വേറെ ഏത് ജയിലിൽ കാണും സാറേ? ഒരുപക്ഷെ കണ്ണൂർ ജയിലിൽ കണ്ടേക്കാം. കണ്ണൂർ ജയിലിലോ? വഴിയിൽ മാറിക്കടാ. എന്താടി, എന്നറിയോ? എങ്ങോട്ടാ യാത്ര? ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലേ? അവിടെ ഇരിക്കേ, നിന്നെ അങ്ങനെയൊന്നും വിടാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത്. കാലെടുത്ത് മാറ്റടാ. അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടല്ലോ. എവിടെ ഇരിക്കുന്നത് നീയാവും തീരുമാനിക്കണത്. ഇയാള് കുഞ്ഞിന്റെ ആരെങ്കിലും ആണോ? ആരുമല്ല. നീ ഈ കാലെടുത്ത് മാറ്റുന്നുണ്ടോ? ഈ പെങ്കൊച്ചിന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് എന്താ നിർബന്ധം? അത് നിന്നോട് പറയണ്ടല്ലോ. എന്നാലേ തൽക്കാലം അവിടെ ഇരുന്നാ മതി. കാലറ എന്താ ഇത്? എന്താ ഇവിടെ ബഹളം? മാറി നിൽക്കാൻ അങ്ങോട്ട്, മാറി നിൽക്കാൻ അങ്ങോട്ട്. സാറേ, ഇവന് പെൺകുട്ടി കയറി പിടിക്കാൻ തുടങ്ങി. നേരാണോ? അതെ സാർ. നിന്റെ ടിക്കറ്റ് എവിടെ? എടുക്കടാ. ഓഹോ, അപ്പൊ ടിക്കറ്റ് ഇല്ലാതെയാണ് യാത്ര അല്ലേ? അടുത്ത സ്റ്റേഷൻ വരട്ടെ.
നിങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങണം. സ്റ്റേഷനിൽ വന്നിട്ട് പോയാൽ മതി. വാടാ വാടാ, ഇറങ്ങി വാടാ, വരണം. മാനം മര്യാദയായിട്ട് സ്ത്രീകളെ യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല, അല്ലടാ? നിനക്ക് പിന്നെ പരിചയമുണ്ടോ? ഉണ്ട്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് രൂപ മോഷ്ടിച്ചതിന് ജയിലിൽ പോയ ആളാ. ട്രെയിനിലും മോഷ്ടിക്കാൻ കയറുകയാണല്ലേ? റാസ്കൽ. വെലുപ്പിള്ളേ, ഇവനകത്താക്ക്. സാർ, എനിക്ക് ട്രെയിനിന് ടൈമായി. ഞാൻ വരട്ടെ? സാർ വയ്ക്കുള്ളൂ. ഇയാൾ നിന്റെ ആരാ? അയാൾ എന്നെ ശല്യം ചെയ്തപ്പോ എന്നെ സഹായിച്ചത് ഈ അമ്മാവനാ. ഓഹോ, ഞാൻ പൊയ്ക്കോട്ടെ സാറേ? ശരി, പൊയ്ക്കുള്ളൂ. ഞാൻ വരട്ടെ കുഞ്ഞെ? ഞാനും പൊയ്ക്കോട്ടെ സാറേ? നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? കണ്ണൂരിനാ. കണ്ണൂരിൽ നിന്ന് ട്രെയിനില്ല. ഈ ആ സമയത്ത് ഇനി പോകണ്ട. നിന്റെ പേരെന്തെന്നാ പറഞ്ഞത്? ശാരദ. വേലുപ്പിള്ളേ, ഈ പെണ്ണിന് ഇടയ്ക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്ക്. ചെല്ല്. മിസ്റ്റർ ജയൻ പറഞ്ഞ പെൺകുട്ടി തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവരെ ഇവിടെ താമസിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ ചെയ്തത്. ഏതായാലും രാവിലെ തന്നെ വന്നു നന്നായി. വേലുപ്പിള്ളേ, അവരെങ്ങ് വിളിക്ക്. ഇവൻ ട്രെയിനിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കില്ലായിരുന്നെങ്കിൽ എനിക്ക് അവളെ കാണാൻ പറ്റുമായിരുന്നു. എല്ലാം ഈശ്വര നിശ്ചയമാണ്. അറിയാം ശാരദ. പക്ഷെ കുഞ്ഞിനായർ, ഇത് തന്നെയാണ് ആള്. ഐ എം വെരി താങ്ക്ഫുൾ ടു യു. ഞാൻ ശാരദയെ കൂട്ടിക്കൊണ്ടുപോയാണ്. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു വെരി മച്ച്. വരൂ ശാരദ. വരൂ ശാരദ. ഇതാണ് നമ്മുടെ വീട്. ഇവിടെ ആരൊക്കെയുണ്ട്? ഞാനും ഒരു വേലക്കാരി മാത്രം. അച്ഛനും അമ്മയും എവിടെയാണ്? അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല. ഞാൻ തീരെ കുഞ്ഞായിരിക്കുമ്പോഴേ എൻ്റെ അമ്മ മരിച്ചു. അച്ഛൻ വർഷങ്ങളായിട്ട് സുഖമില്ലാതെ കിടപ്പിലാണ്. ഇവിടെയുണ്ടോ? ഇല്ല, ടൗണിലുള്ള ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലാണ്. നമുക്ക് നാളെ തന്നെ പോയി അച്ഛനെ കാണാം. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ നമ്മളുടെ വിവാഹം നടത്താം. എന്താ? വരൂ. കുറുപ്പേ, കുറുപ്പേ, ഞാൻ പോയ കാര്യമെല്ലാം മംഗളമായി നടന്നു. എന്റെ വസ്തു വിറ്റു. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിലയും കിട്ടി. എന്റെ മോള് ഭാഗ്യവതിയാ. ഇതാ. എന്താ ഇത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ മുണ്ടും നേരിയതുമാണ്. ഇതൊക്കെ എന്തിനാ ഇപ്പൊ വാങ്ങിയത്? എന്റെ ഒരു സന്തോഷത്തിന്. ഇതാ, മോക്ക് 2-3 സാരികളാ. വാങ്ങിച്ചു മോളെ. മോക്ക് ഇഷ്ടമുള്ള പൊന്നെല്ലാം അവിടെ ചെന്നിട്ട് വാങ്ങാം. കുറുപ്പേ, എന്റെ മോളുടെ കല്യാണം തീരുമാനിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ സഹോദരിയുടെ മകനാണ് വരൻ.
മോളെ, നിന്റെ അപ്പച്ചിയുടെ മോൻ പ്രഭാകരനാ ചെറുക്കൻ. നീ അവരാരെയും കണ്ടിട്ടില്ലല്ലോ. നമുക്ക് ഇന്ന് തന്നെ പോകാം. നിങ്ങളെ വിട്ടു പോരാനുള്ള വിഷമം കൊണ്ടാണ് മോള് കരയുന്നത്. കുറുപ്പ് അവളെ പറഞ്ഞ് സമാധാനപ്പെടുത്തി എന്റെ കൂടെ അയക്കണം. ലക്ഷ്മിയമ്മയുടെ വിഷമം എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും എന്റെ മോളെ എനിക്ക് കൂട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ പറ്റുമോ? എന്റെ മോളെ കല്യാണം നല്ല നിലയിൽ തന്നെ ഞാൻ നടത്തും. നിങ്ങൾ രണ്ടുപേരും കൂടി വന്നിരുന്ന് വേണം അത് നടത്തിത്തരാൻ. ഇതാ ഭാസ്കര, എന്നെ വെട്ടി കൊന്നോളൂ. എന്താ കുറുപ്പേ ഇത്? എന്നെ കൊന്നോളൂ ഭാസ്കര. കുറുപ്പേ, എന്റെ മോളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്? നിങ്ങളും ഒരു അച്ഛനല്ലേ? അതുകൊണ്ടാണ് ഭാസ്കര എന്നെ കൊല്ലാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് തടസ്സം പറഞ്ഞാലും എന്റെ മോളെ എനിക്ക് കൊണ്ടുപോയേ തീരൂ. ഭാസ്കരന്റെ മോള് ഇവിടെ ഇല്ല. കുറുപ്പേ, ഭാസ്കരൻ കണ്ടത് എന്റെ മോള് നളിനിയാണ്. അപ്പോ എന്റെ മോളെവിടെ? ശാരദയെയും നളിനിയെയും എന്റെ സ്വന്തം മക്കളെ പോലാ ഞാൻ വളർത്തിയത്. പക്ഷെ ഒരാഴ്ചക്ക് മുമ്പ് ശാരദ എന്റെ വളർത്തുമോളാണെന്നുള്ള സത്യം അവൾ അറിഞ്ഞു. എന്നിട്ട് ആരും അന്വേഷിക്കരുതെന്നൊരു എഴുത്തെഴുതി വെച്ചിട്ട് ശാരദ എങ്ങോട്ടോ പോയി കളഞ്ഞു. നിങ്ങൾ അവളെ അന്വേഷിച്ചോ? ഇല്ല, നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അവൾ എന്റെ മകളല്ലേ. കുറുപ്പേ, എന്റെ മോളെ കാണാൻ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോ നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ല? നിങ്ങളെ മോളെ കാണിച്ച് നിങ്ങൾ എന്തിനെന്നെ കബളിപ്പിച്ചു? നീ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമെന്ന് കരുതി ഭയന്ന് ചെയ്തു പോയതാ ഭാസ്കര. എന്നോട് ക്ഷമിക്കു ഭാസ്കര, ക്ഷമിക്ക്. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും എന്റെ മോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അവളെ കണ്ടുപിടിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ജയേട്ടന്റെ അച്ഛനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട ശാരദേ, വർഷങ്ങളായി രോഗിയായി കഴിയുന്ന അച്ഛന് ആശുപത്രിയാണ് കൂടുതൽ സൗകര്യം. അപ്പോ ജീവിതകാലം മുഴുവൻ അച്ഛൻ അവിടെ തന്നെ കഴിഞ്ഞോട്ടെ എന്നാണോ പറയുന്നത്? എന്നല്ല, എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കണ്ട ഓർമ്മയില്ല. ജയേട്ടന്റെ അച്ഛനെയെങ്കിലും പരിചരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകണം. നീ അച്ഛനെ കണ്ടതല്ലേ? കണ്ണിന് തീരെ കാഴ്ചയില്ല, നടക്കാനും വയ്യ. ഇവിടെ കൊണ്ടുവന്നാൽ നിനക്ക് ബുദ്ധിമുട്ടാവുകയല്ലേ ഉള്ളൂ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷമേ ഉള്ളൂ. ശരി, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അച്ഛനോട് ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ വരട്ടെ. നളിനി, എന്താ അച്ഛാ? ഈ എഴുത്തൊന്ന് വായിക്കേ. കുറുപ്പിന് എന്റെ ശാരദയെ ഇന്നുവരെ കണ്ടെത്തിയില്ല. അവളെ ഇനി കാണാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല. ഒരുപക്ഷേ മനസ്സ് നൊന്ത് അവൾ ജീവിതം അവസാനിപ്പിച്ചിരിക്കാം. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചിരുന്ന പണം ഇനി എനിക്കൊരു ഭാരമാണ്. അത് നിങ്ങളുടെ മോൾക്കെങ്കിലും ഉപകരിക്കാനായി ഞാനത് അയക്കുന്നു. എന്നെ മറന്നേക്കൂ ഭാസ്കരൻ. ഒരു പാവപ്പെട്ട പെണ്ണിനെ ഉരുവി കൊടുത്തതിന്റെ കൂലിയാണ് ഇത്. ഈ എടുത്ത് അനുഭവിച്ചു.
ഇതാ. ഇന്നെന്താ രാവിലെ പതിവില്ലാതെ മധുരപലഹാരം? ഇന്ന് അച്ഛന്റെ ജന്മനാളാ. ഓ അത് ശരി. അച്ഛനിവിടെ കൊണ്ടുവന്നാൽ പിന്നെ നിനക്ക് എന്റെ കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയില്ലാതായി അല്ലേ? ഈ പറയുന്ന ആളിന് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഭാര്യ അടുത്ത് കിട്ടണമെങ്കിൽ ഭർത്താവിന് അസുഖം വേണമെന്നാണോ നീ പറയുന്നത്? ഇപ്പോഴും അടുത്തല്ലേ ഇരിക്കുന്നത്. അത് ഞാൻ മറന്നുപോയി. ആ ആ ആ ആ അങ്ങനെ. പിന്നെ അച്ഛന് വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞു. എന്തിനാ കണ്ണു കാണാൻ പോയ അച്ഛനെ കൊണ്ട് പോകുന്നത്? ബുദ്ധിമുട്ടല്ലേ? അതൊന്നും സാരമില്ല, ഞാൻ കാറിൽ കൊണ്ടുപോയിക്കൊള്ളാം. ശരി. മോളെ മോളെ ശാരദേ. ദേ അച്ഛൻ വിളിക്കുന്നു, ഞാൻ മരുന്ന് എടുത്തിട്ട് വരാം. സാർ സാർ അമ്മാവനെ വീടെങ്ങനെ കണ്ടുപിടിച്ചു? ഞാനാണ് ഇവിടെ താമസിക്കുന്നതെന്ന് അറിയാമായിരുന്നു. എല്ലാം അറിയാവുന്ന ഒരുവൻ മുകളിലുണ്ട് കുഞ്ഞെ. അവനാണ് എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വിട്ടത്. അമ്മാവനെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്ക് കാണേണ്ട ആളിന് എന്നെ കാണാൻ കഴിവില്ലാതെ പോയി. അതാരാ അമ്മാവ? അത് അത് കുഞ്ഞിന് അറിഞ്ഞുകൂടാത്ത ഒരാളാ. അമ്മാവൻ വല്ലതും കഴിച്ചോ? അപ്പുറത്തേക്ക് വരൂ, ആഹാരം കഴിക്കാം.
മോളെ മോളെ ശാരദേ, എന്താ കൈയുടെ വേദന ഒട്ടും കുറവില്ല. അത് ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ടാണ് അച്ഛാ. വേദന കുറയാൻ ഡോക്ടർ ഗുളിക തന്നിട്ടുണ്ട്, അതൊന്ന് കഴിക്കാം. അച്ഛാ, ഗുളിക. കുഞ്ഞേ, നല്ല വിശപ്പുണ്ടായിരുന്നു അല്ലേ? ഇതാ, ഇതിരിക്കട്ടെ. എനിക്ക് രൂപ വേണ്ട കുഞ്ഞേ. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി തന്നാൽ മതി. ഇവിടെ ആവശ്യത്തിനുള്ള ജോലിക്കാരുണ്ടല്ലോ അമ്മാവ. അങ്ങനെ പറയരുത്. എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്തു. ആരാ ഇത്? മുൻപ് ട്രെയിനിൽ വെച്ച ഒരാൾ എന്നെ സഹായിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഈ അമ്മാവനാ. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണമെന്നാ പറയുന്നത്. ഇവിടെ ഇപ്പോ ജോലിക്കാരൊന്നും ആവശ്യമില്ലല്ലോ, എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞേച്ചേക്കും. സാറേ, ദൈവത്തെ വിചാരിച്ചെന്നെ പറഞ്ഞയക്കരുത്. സാറ് പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം. ഒരു പാവമാ, കുറച്ചു ദിവസത്തേക്കെങ്കിലും ഇവിടെ നിന്നോട്ടെ. ശരി, നിന്റെ ഇഷ്ടം പോലാട്ടെ. ആ, പുറം ജോലികളൊക്കെ ചെയ്താൽ മതി. കിടപ്പ് ഷെഡിലായിക്കോളൂ. മോളെ, വല്ലാതെ ദാഹിക്കുന്നു. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരും. ചായ തരട്ടെ? വേണ്ട, അല്പം നാരങ്ങ വെള്ളം കിട്ടിയാൽ മതി. ഇതാ, ഇപ്പൊ കൊണ്ടുവരാം. ഇതിനേക്കാൾ മൂർച്ചയുള്ളതില്ലേ? ഇല്ല.
അവനുമായിട്ട് എങ്ങോട്ടാ? അത് അത് ഒരു പാഴ്മരം വെട്ടിക്കളയാനാ കുഞ്ഞെ. ഇനി അതവിടെ നിൽക്കുന്നത് നല്ലതല്ല. ആരാ മോളെ അത്? ഇവിടുത്തെ തോട്ടക്കാരനാ. തന്റെ പേരെന്താ? തോട്ടക്കാരനെന്ന് വിളിച്ചാ മതി. നാടെവിടെയാ? കുറച്ച് വടക്ക. ഇതിനു മുൻപ് എവിടെയാ ജോലിക്ക് വന്നത്? ഒരു വലിയ മുതലാളിയുടെ കൂടെയായിരുന്നു. പിന്നെന്താ അവിടെ നിന്ന് പോന്നത്? ഒരു ദൈവത്തെ പോലെ ഞാൻ അയാളെ സ്നേഹിച്ചു, വിശ്വസിച്ചു. രാപകലില്ലാതെ അയാളുടെ നന്മയ്ക്ക് വേണ്ടി പണിയെടുത്തു. പക്ഷേ ഒടുവിൽ അയാൾ എന്നെ ചതിച്ചു. അമ്മാവാ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ കുഞ്ഞെ? ഈ ഫോട്ടോകൾ തുടച്ച് വൃത്തിയാക്കി അവിടെ വെച്ചാട്ടെ. ശരി കുഞ്ഞെ. അയ്യോ, ഇതെന്താ ചേട്ടാ? കണ്ടില്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത്? അച്ഛന്റെ ഫോട്ടോ എടുത്തിട്ട് പഠിച്ചിരിക്കുന്നത്. ഇന്ന് ഇവിടുന്ന് പോയിക്കോളാം. അയാൾ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, കയ്യിൽ നിന്ന് അറിയാതെ വീണതായിരിക്കും. ഈ ചിലന്മാരെ പുറത്തുകളഞ്ഞേക്കും. വരൂ വരൂ ചേട്ടാ. അമ്മാവാ, എന്താ കുഞ്ഞെ? ഇതാ 50 രൂപയുണ്ട്. ഇതെന്തിനാ കുഞ്ഞെ? ജോലി ചെയ്തതിനുള്ള കൂലിയെ വെച്ചോളൂ. എനിക്കെന്തിനാ കുഞ്ഞെ പണം? ആഹാരവും കിടക്കാൻ സ്ഥലവും ഇവിടെ ഉണ്ട്. ഈ രൂപ ആർക്ക് കൊടുക്കാനാ? കയ്യിൽ വെച്ചോളൂ, എന്തെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കും. നേരാണോ സാറേ പറയുന്നത്? ആദ്യം ഞാൻ ജയ സാറിനെ കോടതി വെച്ച് കണ്ടപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിയുന്നത്. അവര് കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നു. ദൈവമേ, എന്റെ ശാരദ ജീവിച്ചിരിക്കുന്നത് കേട്ടല്ലോ. എനിക്കതിനേക്കാൾ സന്തോഷമില്ല സാറേ. ഉറുപ്പ് സാർ അവിടം വരെ ഒന്ന് പോയി ശാരദയെ കാണണം. ഞാൻ പോകും സാറേ, തീർച്ചയായിട്ടും പോകും. ആ തോട്ടക്കാരൻ അമ്മാവൻ ഊണ് കഴിച്ചോ? രാവിലെ പുറത്തേക്ക് പോയതാ, ഇതുവരെ മണ്ണിലെ കൊച്ചമ്മേ. അപ്പോ ശമ്പളവും വാങ്ങി ആള് സ്ഥലം വിട്ടതായിരിക്കും. ഒരക്ഷരം മിണ്ടാതെ പൊയ്ക്കളഞ്ഞല്ലോ. കുഞ്ഞേ, അമ്മാവൻ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ ടൗൺ വരെ ഒന്ന് പോയതാ കുഞ്ഞെ. എന്തിന്? ഒരു സാധനം വാങ്ങാൻ. ഇതാ എന്താ ഇത്? ഒരു സാരിയാ. കുഞ്ഞു തന്ന രൂപ കൊടുത്ത് വാങ്ങിയതാ. ആർക്കാ ഇത്? കുഞ്ഞിന് തന്നെ. എനിക്കോ? അതെ കുഞ്ഞെ. എനിക്ക് വേണ്ട മാവ. കുഞ്ഞെ, എന്റെ എന്തെങ്കിലും കൈനീട്ടി വാങ്ങാൻ ഈ ഭൂമിയിൽ ആരുമില്ല. കുഞ്ഞ് എനിക്കെന്റെ സ്വന്തം മോളെ പോലെയാ. ഇത് വേണ്ടെന്ന് പറയരുത്. കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, നല്ല സാരി. ഇനി പോയി ഊണ് കഴിക്കൂ.
രാത്രിയിൽ പോയാൽ ഇനി എപ്പോഴാ വരുന്നത്? ചിലപ്പോ 10-12 മണി കഴിയും. നീ കിടന്നുറങ്ങിക്കോ. അച്ഛന് പാൽ കൊടുത്തോ? ഇല്ല, മരുന്ന് കൊടുത്തിട്ട് കൊടുക്കാം. താൻ എന്തിനീ മുറി കയറി? ഞാൻ മുതലാളി വിളിച്ചു എന്ന് തോന്നി. മോനെ, ആരാ അത്? ഇവിടുത്തെ തോട്ടക്കാരനാ. അച്ഛൻ ഇയാളെ വിളിച്ചോ? ഞാൻ വിളിച്ചില്ലല്ലോ. തന്നോട് പുറം ജോലികൾ ചെയ്താൽ മതി എന്നല്ലേ പറഞ്ഞത്? മേലാളി മുറി കിടന്നു പോരുത്. പോർത്ത്. അച്ഛനിപ്പോൾ മുമ്പലത്തേക്കാൾ സുഖം തോന്നുന്നില്ലേ? ഇവിടെ വന്നതേ പിന്നെ എനിക്ക് വളരെ വ്യത്യാസമുണ്ട് മോളെ. 2-3 മാസങ്ങൾക്കുള്ളിൽ അച്ഛന് നന്നായിട്ട് നടക്കാൻ കഴിയുമെന്നാ ഡോക്ടർ പറഞ്ഞത്. തണുത്ത കാറ്റടിക്കുന്നുണ്ടല്ലോ മോളെ. അച്ഛന് കുളിരുന്നുണ്ടോ? ഇല്ല. ഞാൻ ആ ഷാൾ എടുത്തോണ്ട് വരാം. എവിടെ? ആരാ അത്? ആരാണെന്നാ ചോദിച്ചത്? മോളെ, മോളെ. എനിക്കിനി എത്ര കാലം എന്നെ ശാരദയെ കണ്ടിട്ട് മരിച്ചാൽ മതി. ശാരദ സുഖമായിട്ട് കഴിയുന്നെന്ന് ഞാൻ പറഞ്ഞ വിശ്വാസമല്ലേ? ശാരദയെ നിങ്ങൾ മാത്രം കണ്ടാ മതിയോ? അവൻ നമ്മെ നല്ലേം കാണണ്ടേ? കള്ള സുഖമില്ലാതെ കിടപ്പ. ശരി, നമുക്ക് വീട്ടിലേക്ക് പോകും. യമാനെ, മുതലാളി തോട്ടക്കാരൻ കടത്തിക്കൊണ്ട് പോയി. കൊച്ചമ്മ പുറകെ ഓടിയിരിക്കുക. നിർത്തേണ്ട സ്ഥലമായിട്ടില്ല. ഞാൻ
നിന്റെ കാലേ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടത് നീ കാരണമാണ്. എന്റെ ഭാര്യയെ കൊന്നത് നീയാണ്. എന്നെ ജയിലിൽ അയച്ചതും നീയാണ്. ഇപ്പൊ നിനക്ക് എന്നെ മനസ്സിലായോടാ? ഞാൻ ഡ്രൈവർ ഭാസ്കരനാണ്. പരമദ്രോഹി, നിനക്ക് വേണ്ടി വർഷങ്ങളോളം പണിയെടുത്ത ഡ്രൈവർ ഭാസ്കരൻ. നിന്റെ മാളികയേക്കാൾ 10 ഇരട്ടി ഉയരത്തിലാണ് നിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? നിന്നെ കൊല്ലാൻ. ഈ ഇവിടുന്ന് താഴേക്ക് വീണ് ചിതറി മരിക്കണം. അതെന്റെ ദേവകിയുടെ ആത്മാവ് കാണണം. ഭാസ്കര, ദൈവത്തെ വിചാരിച്ച് എന്നെ ഒന്നും ചെയ്യരുത്. നിന്നെ വെറുതെ വിട്ടാൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. ഭാസ്കര, ഭാസ്കര, ഭാസ്കര. ഇവിടെ ഞാൻ കൊല്ലുമണി. ദ്രോഹി, ഭാസ്കരൻ ഒന്നും ചെയ്യരുത്. ഭാസ്കരൻ ശാരദയുടെ സ്വന്തം അച്ഛനാണ്. ഭാസ്കര, നീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയാ നിന്റെ മോൾ ശാരദയാണ് നിൽക്കുന്നത്. മോളെ, എന്റെ പൊന്നുമോളെ, എനിക്ക് മാപ്പ് തരും മോളെ. ഈശ്വരൻ ഇത്രയും കാലം എന്നെ ശിക്ഷിക്കുകയായിരുന്നു. ഭാസ്കര, 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 എന്നെയാണ് ഈശ്വരൻ ശിക്ഷിച്ചത്. എല്ലാ തെറ്റിലും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ ഭാസ്കര, ക്ഷമിക്കൂ.